പെട്ടെന്നൊരു ചെടി വരക്കണം എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെയാണ് എല്ലാവരും വരക്കാറ്. എല്ലാവരും എന്ന് പറയുമ്പോൾ സാധാരണ എല്ലാവരും. ഞാനെന്തായാലും ഇങ്ങനെയാണ് വരച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും ചെടി വരക്കാൻ തോന്നുമ്പോൾ ഇതുപോലെ ഒന്ന് വരച്ച് നോക്കട്ടോ. സിമ്പിളാണെന്നൊന്നും ഞാൻ പറയുന്നില്ല, പക്ഷെ വരച്ച് കഴിഞ്ഞാൽ കുറച്ചൊരു ആത്മസംതൃപ്തി കിട്ടും. കാരണം വേറെ ഒന്നുമല്ല, കുറച്ചധികം ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് നമ്മൾ ഈ ചെടി വരച്ചെടുക്കാൻ പോകുന്നത്. ആദ്യം ഇതുപോലെ ഇങ്ങനെ ചെറിയ ചെറിയ കൊമ്പുകൾ വരച്ചെടുത്തിട്ട് അതിൽ ഇങ്ങനെ കാക്ക പറക്കുന്ന പോലുള്ള ആ സംഭവം വരച്ചു കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ ചെയ്യുന്ന പോലെ അങ്ങോട്ട് വരച്ചെടുക്കുക. ആ കാക്ക പറക്കുന്ന പോലെ വരച്ചില്ലേ, അത് ഇതിന് വേണ്ടിയിട്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുപോലെ വരച്ചതിൽ നിന്ന് ഇതിൻ്റെ ഓരോ കുനിപ്പിലേക്ക് ഇങ്ങനെ കൊടുന്ന് ടച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം മെല്ലെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യം എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല, പിന്നെ ഞാൻ 1-2 വട്ടമൊക്കെ വരച്ചെടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് മനസ്സിലായിട്ടോ. സാധാരണ എല്ലാവരും വരക്കാറുള്ള ആ ചെടീനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ ഇതാണെന്ന് തോന്നിയിട്ടോ. അപ്പോൾ കുറച്ച് നല്ല വൃത്തിയിലൊക്കെ വരക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ വരച്ച് നോക്കാൻ എന്തായാലും ശ്രമിക്കുക. ആദ്യം പെൻസിലുകൊണ്ട് വരച്ച് കഴിഞ്ഞാലാണ് ഇതുപോലെ മായ്ച്ചു കൊടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് പിന്നെ അത് ഒരു മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ ഡീറ്റെയിലിങ് ചെയ്ത് കൊടുക്കുക. എന്തായാലും ലൈക്ക് ചെയ്യുക കേട്ടോ, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ. പിന്നെ കമൻറ്റും ചെയ്യുക. അപ്പോൾ എന്തായാലും ചെറിയ കുട്ടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, എന്നാലും കുറച്ച് നന്നായി ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയിൽ വരച്ചെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇലകൾക്കൊക്കെ കളർ ചെയ്യുമ്പോൾ ഒരു സൈഡിൽ ആ തുമ്പിൽ മാത്രം ലൈറ്റ് ഗ്രീൻ വെച്ചിട്ട് കൊടുക്കുക. ഇല ഇങ്ങനെ മടങ്ങിക്കെടുക്കുന്ന പോലെയുള്ള ആ ഭാഗത്ത് ഡാർക്ക് ഗ്രീനും കൂടി കൊടുക്കട്ടെ. എൻ്റെ കയ്യിലുള്ളത് കുറച്ചധികം ഡാർക്കായിപ്പോയി, അതുകൊണ്ടാണ് ഇതിൽ മനസ്സിലാവാത്തത്. ഇത്ര അധികം ഡാർക്ക് ഗ്രീൻ ആവണമെന്നില്ല. അപ്പോൾ എന്തായാലും പിന്നെ തണ്ടിനും നമ്മൾ ഗ്രീൻ തന്നെ അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ ചെടിയുടെ. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടമായതെന്ന് എന്തായാലും കമൻറ്റ് ചെയ്യുക. ഡ്രോയിങ് ഒക്കെ ഇഷ്ടമുള്ള കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.